ശബരി റെയിൽ പദ്ധതി 2 ഘട്ടമായി നടപ്പാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ അങ്കമാലി, എരുമേലി, നിലയ്ക്കൽ പാത പൂർത്തീകരിക്കും. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഈ യോഗത്തിലുണ്ടായ തീരുമാനം എങ്ങനെയാണ്? അതായത് സംസ്ഥാന സർക്കാർ ശബരി റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ്. അതിന്റെ ഭാഗമായി 2 ഘട്ടങ്ങളായി പദ്ധതി വിപുലീകരിച്ച് നടപ്പിലാക്കാനാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഈ പദ്ധതിക്കായി ഇതിനായി കേന്ദ്രത്തിന്റെ അനുമതി തേടും. ഈ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ തുടർ ഘട്ടങ്ങളുമായി പോകും. ആദ്യഘട്ടത്തിൽ അങ്കമാലി, എരുമേലി, നിലയ്ക്കൽ പാത പൂർത്തീകരിക്കും. നിർമ്മാണ ചെലവിന്റെ 50% തുക കിഫ്ബി വഹിക്കാമെന്ന സർക്കാർ തീരുമാനം തുടരും. ഈ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ തുക ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്രത്തിനെ വീണ്ടും അറിയിക്കും. ഇതിൽ കേന്ദ്രത്തിന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തിന്റെ ഒരു പ്രതീക്ഷ. ഒപ്പം തന്നെ ഈ RBIയുമായി ചേർന്നുള്ള ത്രികക്ഷി കരാർ വേണ്ടെന്ന നിലപാട് സ്വീകരിക്കാനും ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ സിംഗിൾ ലൈനായിട്ടായിരിക്കും പദ്ധതി മുന്നോട്ട് പോവുക. അതിനുശേഷമായിരിക്കും പാത ഇരട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും ഇതിന്റെ മാർഗരേഖകൾ സംബന്ധിച്ച് പദ്ധതി ചെലവ് സംബന്ധിച്ച കാര്യത്തിലെല്ലാം തന്നെ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി, എ വി ജയശങ്കർ വിവരങ്ങൾ നൽകിയത്.